വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് പ്രേമേന്ദ്രൻ. രാവിലെ തങ്കശ്ശേരിയിൽ വന്ന് എപ്പോഴെങ്കിലും നടക്കാറുണ്ടായിരുന്നു? ഇല്ല, ഞാൻ തങ്കശ്ശേരി നടക്കാറില്ല. ഗംഭീര സ്ഥലമാണ്. 2.5 കിലോമീറ്റർ ഒരു റൗണ്ടിൽ നടന്നു വരും. ഞങ്ങളിപ്പോൾ രാവിലെ വന്ന് ഇവരുമായിട്ടൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്തു. ഇവിടെ താങ്കളുടെ കുറച്ച് ഫാൻസ് ഉണ്ട്. താങ്കൾ ഈ മണ്ഡലത്തിൽ ഇത് ജയിച്ചു പോകുമെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എങ്ങനെ പോകുന്നു ലാസ്റ്റ് ലാപ്പ്? അതുകൊണ്ട് നമ്മൾ ആദ്യം സംസാരിച്ചതിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടിരിക്കും. ഈ ആലിന്റെ ചൂട്ടിലിരിക്കുന്നതിന് ഭയങ്കര രസമുള്ള പറഞ്ഞോട്ടെ. നമ്മൾ ആദ്യം സംസാരിച്ച സമയത്ത് സത്യത്തിൽ ഇത്രയും ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന അവസ്ഥയാകുമ്പോൾ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ പ്രചരണ രംഗത്തായാലും ജനങ്ങളുടെ സ്വീകാര്യതയുടെ കാര്യത്തിലായും വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് ചുമ്മാ പറയുന്നതല്ല. നമ്മളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വീകരണ പരിപാടികൾക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നത്. ആളുകളുടെ മുഖത്ത് നമുക്ക് കിട്ടുന്നവരും കിട്ടാത്തവരും ഉള്ളിത്തട്ടിപ്പറ ഒരു നല്ല ശതമാനം ജനങ്ങൾ വളരെ അനുകൂലമായ നിലയിലാണ് പ്രതികരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ ഇലക്ഷൻ കാണുന്നത്. പക്ഷേ അത് കൊല്ലത്തെ മാത്രം അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2019 രാഹുൽ ഗാന്ധി വരുന്ന ഘട്ടത്തിൽ ഒരു തരംഗം അവിടെ രൂപപ്പെട്ടിരുന്നു. ആ തരംഗം വലിയ രീതിയിലുള്ള ശക്തമായൊരു തരംഗമായിരുന്നു. പക്ഷേ 2024 എത്തുമ്പോഴേക്കും സമാനമായ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ല വ്യത്യസ്തമാണോ ആ ട്രെൻഡ്? അല്ലല്ല, 2019 രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഒന്ന്, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തേത് ശബരിമല പ്രശ്നം. ശരിയാണ്, ഇപ്പോൾ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞു. എന്നാലും അതിൻ്റെ വ്രണം, അതിൻ്റെ വികാരം ഇപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എൻറ്റയർലി ഡിഫറൻ്റാണ്. കാരണം പൊളിറ്റിക്സ് തന്നെയാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ എന്താണ് ഇപ്പോൾ CPM-നും കേരളത്തിന് LDF-നും എന്ത് പറയാൻ കഴിയും? ദേശീയ തലത്തിലൊരു മതേതര ബദലിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് കോൺഗ്രസ്. അവരാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. CPM തന്നെ ഒരു പാർട്ണർ കക്ഷി മാത്രമാണ് ബംഗാളിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ. അപ്പോൾ ഒരു ശരിക്കും കോൺഗ്രസ് ശാക്തീകരിച്ചെങ്കിൽ മാത്രമേ, കോൺഗ്രസിൻ്റെ നേതൃത്വം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ രാജ്യത്തൊരു ബദൽ സാധ്യതയുള്ളൂ. ആ ഒരു വികാരം നല്ലതുപോലെ മതേതര മനസ്സിൽ അതുപോലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ശക്തിപ്പെടണം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ശക്തിപ്പെടണം എന്നുള്ള വികാരം വന്നിട്ടുണ്ട്. അതിന് ഭയങ്കര ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ആ ഒരു ഫ്ലോ ഉണ്ടാവണമെന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യും. അന്ന് അത്രയും സ്വീകാര്യത കേരളത്തിലുണ്ടായ സ്വീകാര്യത കേരളത്തിന് പുറത്തുണ്ടായില്ല. ഇന്ന് UP, ബീഹാർ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഒരു നല്ല മെച്യൂർഡ് നാഷണൽ ലീഡർ എന്ന നിലയിലേക്ക്, ഒരു പബ്ലിക് മാസ് ലീഡർ എന്ന നിലയിലേക്ക്, ക്രൗഡ് പുള്ളർ എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി വല്ലാതെ ഒരു അബ്സർജ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അസസ്മെന്റ്. ഓക്കെ, ഞാൻ 2 പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്ന്, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നിലപാട് തറയിൽ, ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും ആ നിലപാട് തറയിൽ CPM-ഉം ഉണ്ട്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും തുടർച്ചയായ ആക്രമണം മുഖ്യമന്ത്രി നടത്തുന്നത്. വയനാട്ടിലെ ലീഗ് പതാക ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി. CAA പൗരത്വ നിയമ ഭേദഗതി മാനിഫെസ്റ്റോയിലില്ലാത്തത് മറ്റൊരു പ്രചരണ വിഷയമാക്കി. അതിനുശേഷം പക്ഷേ രാഹുൽ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഈ സമയത്ത് ചോദ്യം ചെയ്യുന്നില്ല. ഇത് ശരിക്കും ഈ സമയത്ത് ഉന്നയിക്കേണ്ട ചോദ്യമായിരുന്നു എനിക്ക് പ്രേമേന്ദ്രൻ. അത് രാഷ്ട്രീയമായി ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ ആ പ്രചരണത്തിൽ? ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വളരെ ഡിലേഡാണ്. ഇത്രയും ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വയനാട് കേരളത്തിലൊരു ലോക്സഭാംഗം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഏറ്റവും മെച്യൂർഡായിട്ടുള്ളൊരു പൊസിഷനാണ് സ്വീകരിച്ചത്. ഇന്നേ വരെ അദ്ദേഹം ഇവിടെ ഭാരത് ജോഡോ യാത്ര നടത്തിയല്ലോ. ഭാരത് ജോഡോ യാത്ര നടത്തി കേരളത്തിൽ എത്ര യോഗങ്ങളിൽ ഒരക്ഷരം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടോ പിണറായി വിജയനെതിരായിട്ടോ പറഞ്ഞില്ല. പക്ഷേ അകാരണമായി നിരന്തരമായി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുക, രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് തന്നെ വളരെ പരോക്ഷമായിട്ടുള്ളൊരു പ്രതികരണമാണ് നടത്തിയത്. BJP-യും കേരളത്തിലെ CPM ഘടകവും തമ്മിലുള്ള ഒരു അന്തർധാരയുടെ പരോക്ഷമായ സൂചനയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അറസ്റ്റ് ചെയ്തില്ല എന്നല്ലത്, എന്തുകൊണ്ട് ഞങ്ങൾക്കെല്ലാം എതിരെ എടുക്കുന്ന ആക്ഷൻ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി, രാഹുൽ ഗാന്ധി
അരവിന്ദ് കെജ്രിവാൾ, മമതാ ബാനർജി, ഹേമന്ത് സോറൻ, ഇങ്ങനെ തുടങ്ങി, അതുപോലെ തന്നെ DK ശിവകുമാർ, സിദ്ധാരാം, ഇങ്ങനെ മുഴുവൻ MK സ്റ്റാലിൻ, സ്റ്റാലിൻ്റെ മന്ത്രിസഭയിൽ ഇങ്ങനെ നിരന്തരം അവർക്കെതിരെ വേട്ടയാടുന്നവർ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് പോലുമില്ല? അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കേരളത്തിനൊരു പ്രത്യേക പൊളിറ്റിക്സ് ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി UDFനെ അപ്രസക്തമാക്കി BJPയെ പ്രധാന പ്രതിപക്ഷമാക്കി വളർത്തി ന്യൂനപക്ഷ പിന്തുണയോടുകൂടി കേരളത്തിലെ തുടർഭരണം നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇക്വേഷനാണ് CPM പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഇക്വേഷനിലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അപ്പോൾ അരുൺ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്, നല്ലതുപോലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നയാളാണ്. ഈ പൊളിറ്റിക്സ് കേരളം കാരണം അത് കുറേ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പാലിച്ച സംയമനം യഥാർത്ഥത്തിൽ പ്രകോപനത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇത് തുറന്നു പറയാൻ നിർബന്ധിതനാവുകയായിരുന്നു. തുറന്നിട്ടും പറഞ്ഞില്ലെന്നാ എൻ്റെ പക്ഷം. ഇത്രയും പോരാ എന്നാണ്. ഇത്രയും പോരാ. ഇത്രയും കറപ്റ്റായിട്ടുള്ളൊരു ചീഫ് മിനിസ്റ്റർ, ഇത്രയും കറപ്റ്റായിട്ട് സ്വജനപക്ഷപാതമുള്ളൊരു ഗവൺമെൻറ്, ഇത്രയും ആർഭാടവും ധൂർത്തുമുള്ള ഒരു ഗവൺമെൻറ്റിനെ സ്ഥലത്ത് കേരളത്തിലെ ലോക്സഭാംഗമായ ഒരു MP, അദ്ദേഹം കേരളത്തിലെ ഒരു MP കൂടിയാണ്, അദ്ദേഹം വിമർശിച്ചത്, അദ്ദേഹം ആ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരമാവധി അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പിണറായി വിജയനെതിരായി പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് കേന്ദ്രാന്വേഷണ ഏജൻസികൾ കോൺഗ്രസേതര രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ വേട്ടയാടുമ്പോൾ, BJP ഇതര നേതാക്കളെ മുഴുവൻ വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ അവരിങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ CPM ഞാൻ അടിവരയിട്ട് പറയാം, അവിടെയാണ് ഒരു രാഷ്ട്രീയ അന്തർധാര കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി UDFനെ അപ്രസക്തമാക്കി BJP വേഴ്സസ് CPM എന്ന പൊളിറ്റിക്കൽ ഇക്വേഷനിലേക്ക് കേരളത്തെ ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്ന നറേറ്റീവാണ് പിണറായി വിജയനും BJPയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബ്രേക്കിംഗ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് പോരാ എന്നാണ് എനിക്ക് പ്രേമചന്ദ്രൻ പറയുന്നത്. കേരളത്തിലെ CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇനിയും ചിലത് പറയാനുണ്ട്, പക്ഷേ പറഞ്ഞത് പോരാ എന്നാണ് എനിക്ക് പ്രേമചന്ദ്രൻ പറയുന്നത്. പോയിന്റ് നമ്പർ 2.